മരണം വരെ ഇത് മറക്കത്തില്ല. ഇങ്ങനെ മറക്കാൻ പറ്റത്തില്ലല്ലോ. നീ മുതലാളിയാ കേട്ടോ, കടയുടെ മുതലാളിയാക്കി. ഇതാണോ കടയുടെ മുതലാളി? സരിതയുടെ ഒരു സന്തോഷം കണ്ടില്ലേ? എന്തോ രാജ്യം കീഴടക്കിയ സന്തോഷം. അവിടെ സന്തോഷം കാണുമ്പോ നമ്മുടെ കണ്ണാന്നറിയുന്നു. ഇത് 5 രൂപ. അണ്ട് ഗ്യാസ് മുട്ടായി 5 രൂപ. ഈ പിന്നെ നാരങ്ങ മുട്ടായി 5 രൂപ. ഈ ബൂമർ ഒരെണ്ണത്തിന് 1 രൂപ. ഇത് ഒരെണ്ണത്തിന് 5 രൂപ. എള്ളുണ്ട ഇതിന് 2 രൂപ. സരിതയുടെ കുഞ്ഞു ലുലുമാളാണ് ഇതല്ലേ? അപ്പൊ നിങ്ങൾ ഇതുവഴിയൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ നമ്മുടെ സരിത കൊച്ചിന്റെ കടയിലൊന്ന് കയറണേ, എന്തെങ്കിലും ഒരു മുട്ടായി ഒന്ന് മേടിക്കണേ. കമ്പൂട്ടായി എടുക്കുക. കമ്പൂട്ടായി പണ്ടേ ഇഷ്ടമുള്ള ഐറ്റം. ഈ കച്ചവടം കഴിയുമ്പോൾ ഇതെല്ലാം പറക്കി അകത്ത് വെക്കണം കേട്ടോ. ജന്മന ഇങ്ങനെയാണ് സരിത. 32 വയസ്സായില്ലേ? അമ്മ വളരെ പാവപ്പെട്ട കുടുംബത്തിലെ അംഗമാണ്. കൊല്ലം ജില്ലയിലെ പത്തനാപുരത്തിനടുത്ത് പട്ടാഴി എന്ന് പറഞ്ഞ സ്ഥലമാണ്. അങ്ങനെ ഈ അമ്മയ്ക്കും മൂക്കും വേണ്ടിയിട്ട് ഒരു ചെറുപ്പക്കാരൻ ഇട്ടുകൊടുത്ത ഒരു കടയാണ്. അപ്പൊ നമുക്കൊരു കട മാത്രമല്ല ഇട്ട് തന്നെ, അല്ല എല്ലാ കടയിൽ സാധനങ്ങളെല്ലാം ഉണ്ട്. എന്നോട് പറഞ്ഞു ഒന്നും വാങ്ങിക്കണ്ട, ഞാൻ കൊണ്ടുവരാൻ വന്നിട്ട് പിന്നെ നിങ്ങൾക്ക് അതിനകത്ത് ഇല്ലാത്ത സാധനം എന്തുവന്ന് വെച്ചാ വാങ്ങിച്ചാൽ മതി. വെറും ഒരു ഷെഡ് അടിച്ചു കൂട്ടി കൊടുത്തിയല്ല, അല്ല കട എല്ലാ സാധനം ഉൾപ്പെടെ ഉള്ള ഒരു കുഞ്ഞൊരു സ്റ്റേഷനറി കട തന്നെയാണ് കൊടുത്തതില്ലേ. എത്ര നന്ദി പറഞ്ഞാലും തിരിയില്ല. ഒരിക്കലും മരണം വരെ ഇത് മറക്കത്തില്ല. ഇങ്ങനെ മറക്കാൻ പറ്റത്തില്ലല്ലോ. മാസം തന്നെ പ്രസവിച്ചല്ല ഇതിനെ. പിന്നെ ഇതിന് ചന്നി വരുമായിരുന്നു. 12 വയസ്സ് വരെ ചന്നിയുടെ ഗുളിക കൊടുത്താ ഇത് പിന്നെ മാറിയത്. ജന്മനാ ഇങ്ങനെ എന്നാ ഒരുപാട് മെമ്പർ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞതാ, സരിതയ്ക്ക് വേണ്ടി ഒരു കട തരാം, ഞാൻ നോക്കട്ടെ ചേച്ചി. അങ്ങനെ പറഞ്ഞു ആരോടും പറയണ്ട, നമ്മൾ രണ്ടും മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. മെമ്പർ പറഞ്ഞ വാക്ക് പാലിച്ചു. തരുമെന്ന് പറഞ്ഞാൽ തന്നു ഇല്ലേ? തന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് വാക്ക് പാലിക്കാനുള്ളതാണല്ലേ? ഇതിൽ കൂടുതൽ വേറെ ഒന്നും വേണ്ട. എനിക്ക് ഒരു ജീവിതമാർഗമാണ് അമ്മ ചോദിച്ചത്. അത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പട്ടാഴി ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്ന ജെയിൻ ജോയ് അത് ചെയ്തു കൊടുത്തു. ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെ, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനിയും തുടർന്ന് 5 വർഷം മുമ്പ് വോട്ട് ചോദിച്ചു വന്നപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു, ഇവർക്കൊരു ജീവിതമാർഗം ഒപ്പിച്ചു കൊടുക്കാന്ന്. തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്തു. ഒരു കടയും കട നിറച്ച സാധനവും. എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഇങ്ങനെ നടക്കുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. എനിക്ക് സന്തോഷമായി. ഞാൻ മരിച്ചാലും വേണ്ടിയല്ല. അങ്ങനെ നമ്മൾ തമ്മിൽ കണ്ട നാൾ മുതൽ അങ്ങനെ അല്ലായിരുന്നു. തീർച്ചയായിട്ടും മുതലാളി എല്ലാം ഏൽപ്പിച്ചേക്കുവാ. എന്നെ മാമാന്നാ വിളിക്കുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചു വലിയ പ്രായമൊന്നുമില്ല എന്നാ വിചാരിച്ചു. പക്ഷേ പിന്നീടാണ് ഞാൻ അറിഞ്ഞത് ഞങ്ങൾ തമ്മിൽ 3 വയസ്സിന്റെ വ്യത്യാസമുള്ളൂ. അപ്പോൾ ആ രീതിയിൽ വളരെ അടുപ്പം ഞങ്ങൾ തമ്മിലുണ്ട്. അന്ന് മുതൽ എന്നെ കാണുമ്പോൾ എല്ലാ മാമാന്ന് വിളിക്കും. അപ്പം അമ്മ വല്ലപ്പോഴും തൊഴിലുറപ്പിന് പോകും. ആ ഒരു വരുമാനമൊക്കെ ഉള്ളൂ. അപ്പം ആ രീതിയിൽ ചേർത്ത് പിടിക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇച്ചിരി വൈകിപ്പോയി. കാരണം ഇത് ഞാൻ കുറേ നാൾ മുമ്പേ പ്ലാൻ ചെയ്തതാണ്. ഇവിടെ വന്ന് ഞാൻ ചോദിച്ചു, ഇങ്ങനൊരു സംരംഭം എൻ്റെ മനസ്സിൽ വന്നപ്പം തീർച്ചയായിട്ടും ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഇദ്ദേഹത്തെ കൊണ്ട് മാത്രം കാര്യങ്ങൾ പോകത്തില്ല. പിന്നെ സരിതയ്ക്കൊരു സഹോദരിയുണ്ട്, പിന്നെ അമ്മയുണ്ട്. അപ്പം അവർ എന്തെങ്കിലും രീതിയിൽ ചെയ്താൽ മാത്രമേ മുന്നോട്ട് പോകത്തുള്ളൂ. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട ഒരാളുണ്ട്, ഒരിക്കലും മറക്കാൻ പറ്റാത്തത്. കൊട്ടാരക്കര ക്ലാസിക് മൊബൈൽസ് ജോസ്ചാനാണ് ഈ ഒരു കട ചെയ്തു തന്നത്. എന്നെ ഒരുപാട് സഹായിച്ചത് ക്ലാസിക് മൊബൈൽസ് ജോസ്ചാൻ തന്നെ. ഇതിന് 2 രൂപ എഴുതിയിട്ടുണ്ട് അതിനകത്ത്. പിന്നെ അതുപോലെ തന്നെ പുളിമുട്ടായി ഇതിന് ഒരെണ്ണത്തിന് 1 രൂപയാണ് കേട്ടോ. അങ്ങനെ ഇതിൻ്റെ എല്ലാം ഞാൻ എഴുതി തരാം. പിന്നെ ഇതിനകത്തെല്ലാം വില കിടപ്പുണ്ട് ഈ ചിപ്സിനകത്ത്. അപ്പം ഇതിൻ്റെ എല്ലാം വില ഞാൻ എഴുതി തരാം കേട്ടോ. അതനുസരിച്ച് കൊടുക്കണം. പിന്നെ ഇതിനകത്ത് ഞാനൊരു പെട്ടി വെച്ചിട്ടുണ്ട്. അത് പൈസ ഇടാനൊരു പെട്ടി ഇതിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ട്. ഇത് കഴിയുമ്പോൾ വൈകിട്ട് ഇതെല്ലാം പറക്കി ഇതിനകത്ത് വെച്ച് താക്കോലിട്ട് പൂട്ടണം കേട്ടോ. ഇതാണ്ട് ഇത് പൂട്ട് കേട്ടോ. 3 താക്കോലുണ്ട്. ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കണം. ഈ കച്ചവടം കഴിയുമ്പോൾ ഇതെല്ലാം പറക്കി അകത്ത് വെക്കണം കേട്ടോ. എല്ലാതും അമ്മയുടെ കയ്യിൽ ഞാൻ എല്ലാം വില എഴുതി കൊടുക്കാം. കച്ചവടം ഞാൻ ചോദിക്കും, ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കും. കാരണം അവൾക്ക് അതിൽ ഭയങ്കര സന്തോഷമായി. എന്തെടുത്താലും എന്റെ സാധനം എന്റെ കടയാണ്. നമുക്ക് അവൾക്ക് എന്തോ രാജ്യം കീഴടക്കിയ സന്തോഷം. അവിടെ സന്തോഷം കാണുമ്പോൾ നമ്മുടെ കണ്ണാന്നറിയും.